ഒരു 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഗ്രാമത്തിന്റെ പേര് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കൊമാന എന്നാണ്. ചുറ്റും നോക്കിയപ്പോൾ ക്യാമറ അങ്ങ് വെക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. അടിപൊളി കാഴ്ച ഇങ്ങനെ വരികയാണ്. തട്ടായി കിടക്കുന്ന കൃഷി സ്ഥലങ്ങൾ അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അതിന്റെ വൈഡായിട്ടുള്ള ഒരു ചിത്രം ഇങ്ങനെ കിട്ടുന്നുണ്ട്. ചുറ്റും മലനിര, അതിനോട് ചേർന്നിട്ട് ടിൻ ഷീറ്റില് മേൽക്കൂരകളുള്ള ധാരാളം വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ, ഒരു അങ്ങാടി എന്ന് പറയാം. അങ്ങാടിയിൽ വളരെ കുറച്ച് ഗ്രാമീണരെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ഈ ഗ്രാമത്തിൽ എന്തൊക്കെ കാണാനുണ്ട് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊമാന ഗ്രീൻ വില്ലേജ്, അത് ഉദ്ഘാടനം ചെയ്ത ഒരു ശിലാഫലകം, അതിൽ വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നൈഫിയു റിയോയുടെ പേര്. അത് ഈ പറഞ്ഞ നാഗാലാൻഡിൽ എവിടെ പോയാലും ഇങ്ങേരുടെ പേര് കാണും. അത്ര പ്രശസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം 3 ടേമായി ഈ മുഖ്യമന്ത്രി നാഗാലാൻഡ് ഭരിക്കുന്നത്. അത്ര ജനകീയനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് നാഗാ ഫെസ്റ്റ് കാണാൻ പോയപ്പോഴും നൈഫിയു റിയോയുടെ അദ്ദേഹത്തെ കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു വേദിയിലെ മുഖ്യ ആകർഷകം. ഇവിടെ വാഹനങ്ങൾ കഴുകുന്നത് സംബന്ധിച്ചിട്ട് അതിന്റെ നിരോധനം കാണിച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ, ആ ഒരു ബോർഡ് കാണുന്നുണ്ട്, വലുതായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാലിക്കേണ്ട എന്തൊക്കെ മര്യാദകളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് ഈ ഗ്രാമത്തിന്റെ നിയന്ത്രണം നടത്തുന്ന ആളുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രാമം കണ്ടുകൊണ്ട് നമുക്കിനി മുന്നോട്ടേക്ക് നടക്കാം. പഴയ ഒരു വീട് അതാണിപ്പോ കാണുന്നത്. അതിന് വലിയ ഭംഗിയൊന്നുമില്ല അല്ലെ. മുറ്റത്ത് വളർത്തിയ പൂക്കള്, നല്ല ചുവന്ന പൂക്കളുണ്ട്, മഞ്ഞ പൂക്കളുണ്ട്, കോളിഫ്ലവർ ചെടി. എനിക്കിത് മനസ്സിലാവുന്നില്ല, കാരണം താഴെ തോട്ടത്തില് ഈ പറഞ്ഞ പാടത്ത് ധാരാളം കോളിഫ്ലവർ ചെടി ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കോളിഫ്ലവർ ചെടിയാണ്. ഇവിടുന്ന് നോക്കിയാൽ മല നിറയെ മഞ്ഞപ്പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. രസികൻ കാഴ്ചയാണ്. വൃത്തിയുള്ള വഴി അല്ലേ. ഇപ്പൊ നോക്കിയേ, എവിടെയെങ്കിലും ചപ്പു ചവറോ കടലാസോ കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ഒരു മലഞ്ചെരിവ് നിറയെ മഞ്ഞപ്പൂക്കള്, നല്ല ഫ്രെയിം, തൊട്ടടുത്ത് ചുവന്ന പൂക്കള്. ഇനി വേറൊരു കാര്യം കൂടെ, രസവും കൂടെ പറയാം. ഇതൊന്ന് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഇലയാണോ പൂവാണോ. അതിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇലയും പൂവും ഒരുപോലെയാണ്, 2 നിറത്തിലാണ്. ഒരു ചേച്ചി നടന്നു വരുന്നുണ്ട് ദൂരെ നിന്ന്. ഇത് കൊമാന വില്ലേജിലെ ചേച്ചി ആവണം. വില്ലേജ് നിവാസികൾ നടന്നു പോകുന്ന കാഴ്ച ധാരാളമായിട്ട് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു സായിപ്പിനെ കാണുന്നത്, കൂടെ ഒരു ഗൈഡും ഉണ്ട്, വേറെ ആരൊക്കെയുണ്ട്. നാഗാ ശൈലിയിലുള്ള ഒരു വീട് കണ്ടോ, ആ കാണുന്നത് ഈ ടൈപ്പിലാണ് ഇവിടുത്തെ എല്ലാ വീടുകളും. അവിടെ അതിന്റെ മുന്നിൽ തന്നെ ഏതൊരു വീട്ടിലും കാണുന്നത് പോലെ തുണികൾ ഇങ്ങനെ അലക്കിയിട്ടിട്ടുള്ള കാഴ്ച. ഒരു നാഗാ ചേച്ചി എന്തോ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വേറെ ഫ്രെയിം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തപ്പോൾ കിട്ടിയതില്ല, കോഴിയമ്മയും കോഴി കുഞ്ഞുങ്ങളും. ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന കാഴ്ചകളാണ്. ഇതിപ്പോ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ തന്നെ ഇത്തരം കാഴ്ചകൾ തന്നെയാണ് കാണുക. മുളക്കൊട്ടയുമായിട്ട് ഒരു അമ്മൂമ്മ പോകുന്നു. ഈ മുളക്കൊട്ട എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം അതിലാണ് സാധനങ്ങൾ ഇട്ടിട്ട് പുറത്തിങ്ങനെ വെച്ചിട്ടാണ് ഇവർ പോവുക. അവര് ഷാനവാസ്ക്ക, ഇദ്ദേഹം നമ്മുടെ കൂടെയുള്ള സഹ ട്രാവലറാണ്. അദ്ദേഹമായിട്ട് എന്തോ പറയുന്നുണ്ട്, ഹിന്ദിയിലാണ് വർത്തമാനം. മൂപ്പര് എന്തോ പഴവർഗം പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. അവരുടെ വർത്തമാനവും ആ ഇടപെടലും കണ്ടാൽ അറിയാം അവർക്ക് പരസ്പരം ഇഷ്ടമായിട്ടുണ്ട് എന്ന്. വില്ലേജ് കാണിക്കാൻ ഒരു ഗൈഡ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ്, അവള് വിദ്യാസമ്പന്നയാണ്. അവളെ ഞങ്ങള് സ്റ്റെപ്പുകൾ കയറ്റിയിട്ട് മുകളിലേക്ക് എത്തിച്ചു. ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രത്യേക കോണിലേക്കാണ്, ഒരു ജംഗ്ഷനിലേക്കാണ് ഞങ്ങൾ എത്തിയത്. സഹയാത്രികൻ ജേക്കബ് സാറ് കയ്യില് വാഴപ്പഴവും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാമത്തിൽ നിന്ന് വാങ്ങിയതാണ് ആ വാഴപ്പഴം, പക്ഷെ ശരിക്കും പഴുത്തിട്ടില്ല. അതൊരു പ്ലാസ്റ്റിക് കവറിലാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്.
എന്റെ സഹയാത്രികൻ, എന്റെ സഹമുറിയൻ അനിൽ സാറ് കയറി വരികയാണ്. ഗൗരവത്തിൽ എന്തോ ചിന്തിച്ചാണ് നടന്നു വരുന്നത്. ഇവിടെ ഒരു കോട്ട പണ്ടുണ്ടായിരുന്നത്രേ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് കയറാം. കുത്തനെയാണ് കയറ്റം, കുറെ സ്റ്റെപ്പ് ഉണ്ട്, അത് കുത്തനെയാണ് എന്ന് പറഞ്ഞിട്ട് ജേക്കബ് സാറ് തിരിച്ചിങ്ങോട്ടേക്ക്. സത്യത്തിൽ ഞാൻ നോക്കിയപ്പോ വലിയ കയറ്റമൊന്നുമില്ല, ഒരു 10-20 സ്റ്റെപ്പ്. മുകളിലെത്തിയപ്പോ നല്ല കാഴ്ച, ചുറ്റും മലകള്, ഒരു 360 ഡിഗ്രി ആംഗിളില് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീടുകൾ ഒരു ഭാഗത്തുണ്ട്, പഴയ വീടുകളുടെ മോഡലുകൾ ധാരാളമായിട്ട് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചു നേരം അവിടെ മുകളിൽ നിന്നിട്ട് ആ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. അവിടെ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. ഈ വീട്ടിലൊക്കെ പണ്ട് ഗ്രാമീണർ താമസിച്ചതാണ്, ഇപ്പൊ ആരും താമസിക്കില്ല. അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്, അടുക്കളയുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഒരു ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പഴയ കാലത്ത് ആൺകുട്ടികൾ, ഒരു കുടുംബത്തിലെ ആൺകുട്ടികൾ കിടന്നുറങ്ങുന്ന ഡോർമെട്രി ആണിത്. ഇവിടെയാണ് അവർ തല വെക്കുക. ഈ തടി കഷ്ണം ഒന്നിച്ചൊരു ഗ്രൂപ്പ്. കുറച്ചു നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് വന്ന ഒരു നെയ്ത്ത് ശാലയിലെത്തി. ഒരു ഹോം മെയ്ഡ് സാധനങ്ങൾ, നെയ്ത്ത് ശാല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നത്. 2 സ്ത്രീകൾ അവിടെ ഉണ്ട്, ട്രഡീഷണൽ നാഗ തുണികൾ നെയ്യുന്നുണ്ട്. അങ്ങനെ നെയ്യുന്നൊരു ചേച്ചി, അവരുടെ ആ നെയ്ത്തും കാര്യമൊക്കെ കുറച്ചു നേരം ഞാൻ നോക്കി നിന്നു. നെയ്ത സാധനങ്ങൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, മനോഹരമായ നാഗാലാൻഡ് ആ ഷാളുകളൊക്കെ, കുറെ കൊത്തുപണി ചിത്രപ്പണികളോട് കൂടിയിട്ട് നെയ്തെടുത്ത ആ ഷാളുകൾ അവിടെ ഉണ്ട്. ഇത് വീടുകളാണ്. ആ വീടുകളുടെ ഇടയിലൂടെ വഴിയുണ്ട്, ആ വഴിയിലൂടെ നമ്മൾ നടന്നു പോവാണ്. നമ്മൾ ഗൈഡാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പം നേരത്തെ അവിടെ 6000 രൂപയുടെയൊക്കെ നെയ്ത് വെച്ച ഷാള് കണ്ടില്ലേ, അത് നെയ്യുന്ന നെയ്ത്തുശാലയാണ് നമ്മളിപ്പോൾ കണ്ടത്. പൂക്കളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ നെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും നടന്നിങ്ങനെ പോവുകയാണ് സ്റ്റെപ്പ് വഴി. മതിലിൽ ശവം വെക്കുന്നത്, അത് ഈ മട്ടാഞ്ചേരിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഏത് വിഭാഗമാണ് മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുടെ ഇടയിൽ ഇങ്ങനെ ചോമരിൽ ശവം വെക്കുന്നത് ഒരു പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മതിലിൽ ഇങ്ങനെ ശവം വെക്കുന്നത് പോലുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാം മലയാളികളാണ്, നാട്ടിൽ നിന്ന് വന്നവരാണ്. ഈ വടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്തിനാ ചേച്ചി വടി? തല്ലാനാണോ? അവരെ വടിയൊക്കെ എടുത്ത് ട്രക്ക് ചെയ്യാൻ വന്നിരിക്കുക. വടിയൊക്കെ ഉണ്ട് എല്ലാവരുടെ കയ്യിലും. പട്ടി വന്നാൽ അടിക്കാനാ ചേച്ചി? ഇത് പട്ടി വന്നാൽ അടിക്കാൻ വേണ്ടിയാണോ ഈ വടി? അല്ലേ, ഞാൻ വിചാരിച്ചു എന്തൊരു പ്രതിരോധമാണ്, നാഗാക്കാർ വന്ന് കുഴപ്പമില്ല. ഇതല്ലേ എവിടെ നാടെവിടാ? നാട്ടില് തൃശ്ശൂരാണ്. ആ, നമ്മളതിന് തൊട്ടടുത്താ. ഞാന് മലപ്പുറം തിരൂർ. ആണോ? എന്താ ടീച്ചറാ? ആ, ശരി. ഓ, കണ്ടു. ഓ, ഇതെന്താ കക്കിരിയോ അല്ലേ? ഇത് കോട്ടയല്ലേ? ഇതിന്റെ മുകളിൽ എന്തോ സംഭവം? നമ്മുടെ ഗൈഡ് മുകളിലോട്ട് കയറി പോയി, അവര് മോളിൽ നിന്ന് താഴെ ഇറങ്ങിയതാണ്. ഗ്രീൻ വില്ലേജ്.
ഇത് ഏറ്റവും ഈ വില്ലേജിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ വില്ലേജ് എല്ലാം കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. മൊത്തം ഏരിയ കവർ ചെയ്യാൻ ഇതിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഇടവഴിയാണ്, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇടവഴി എന്നൊക്കെ പറയാം. കാരണം അത്രമാത്രം ചരിത്രമുണ്ട് അവിടെ. കാരണം നാഗാലാൻഡിലെ 2 ട്രൈബുകള് ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനെ കൊലപ്പെടുത്തിയ ഒരു മണ്ണാണ്. ബ്രിട്ടീഷുകാര് അവസാനം ജീവൻ കൊണ്ട് തിരിഞ്ഞോടിയ മണ്ണാണ്. കാരണം തോക്കുകളുമായിട്ട് വന്നിട്ട് ഈ നാഗാ ട്രൈബിനെ നേരിടുകയും അവരുടെ വിഷം പുരട്ടിയ കുന്തങ്ങളുടെ മുന്നില്, അസ്ത്രങ്ങളുടെ മുന്നില് അവരാകെ എന്താ പറയാ അമ്പരന്ന് അവസാനം ഒന്നുമല്ലാതെ തിരിച്ചോടിയ ഒരു മണ്ണാണിത്. ആ മണ്ണിന് വലിയ ചരിത്രമുണ്ട്, പോരാട്ട വീര്യം ഉണ്ട്. മേജർ സിആർ കോക്ക്. മേജർ സിആർ കോക്കിനെ കൊലപ്പെടുത്തിയ സ്ഥലമാണിത്. 22 നവംബർ 1879. After leaving the land, branches selected one. Going. And then D.H. Drummond, MACS, killed at കൊനോമ 1879. നല്ല വൃത്തിയുള്ള വഴിയാണ്, പച്ചപ്പ് രമണിക. ആ മല തന്നെ കാണാൻ നല്ല രസമുണ്ട്. നിറയെ മഞ്ഞപ്പൂക്കൾ ഇടക്ക് കണ്ടു. ഒരു ചേച്ചി നടന്ന് ക്ഷീണിച്ചു വരുന്നു. കുത്തനെ ഇറങ്ങണം സ്റ്റെപ്പുകൾ, ധാരാളം സ്റ്റെപ്പുകളുണ്ട്. ടൂറിസ്റ്റുകളാണ് വരുന്നവരൊക്കെ. അങ്ങനെ വില്ലേജിന്റെ കഴിഞ്ഞു, ആ കവാടവും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. നേരെ താഴെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ നടത്തിയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേര് കൊത്തിവെച്ച വലിയൊരു ശിലാഫലകമാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ഇന്ത്യ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ശിലാഫലകം ഇവിടെ നിലനിർത്തി എന്നതിനെ കുറിച്ചാണ് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക, അവരെ രക്തസാക്ഷികളായിട്ട് വലിയ ആദരവോട് കൂടിയിട്ടാണ് ശിലാഫലകം അവരെ പറ്റി പറയുന്നത്. പക്ഷെ അത് അവിടെ അത്ഭുതകരമായി അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. അത് എനിക്ക് ഈ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വില്ലേജ്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ വില്ലേജ്. ഗ്രീൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ആ അർത്ഥം പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് കാഴ്ചകൾ നമ്മൾ കണ്ടത്. അവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, കുട്ടികളൊക്കെ തന്നെ എഡ്യൂക്കേറ്റ് ആണ്. ഈ ഗൈഡുമാരൊക്കെ ഇവിടത്തുകാർ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ അടുത്ത കാഴ്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു.